കഥ തുടരുന്നു. അടുത്ത ദിവസം രാവിലെ 9:30 ആയപ്പോൾ സഖാവ് കർണൻ ഒരു സൈക്കിളിൽ പല്ലവിയുടെ കടയിലെത്തി. കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നതിനാൽ പല്ലവിക്ക് അയാളോട് കാര്യം പറയാൻ കഴിഞ്ഞില്ല. കർണൻ കാത്തിരുന്നു. കസ്റ്റമേഴ്സ് പോയി കഴിഞ്ഞ ഉടൻ അയാൾ തിരക്കി. എന്തിനാ മോളെ കാണണമെന്ന് പറഞ്ഞത്? പല്ലവി കടയുടെ മരപ്പടിയിലിരുന്നു. ഞാൻ പറയുന്നത് സഖാവ് ശ്രദ്ധിച്ചു കേൾക്കണം. എടുത്തു ചാടി മറുപടി പറയരുത്. പല്ലവി ഗൗരവകരമായ എന്തോ കാര്യമാണ് പറയാൻ പോകുന്നതെന്ന് കർണന് മനസ്സിലായി. അയാൾ ഇടതുകാലിന് മീതെ വലതുകാൽ കയറ്റിവെച്ച് അവളെ ഉറ്റുനോക്കിയിരുന്നു. പല്ലവി തുടർന്നു. ഈ കട കൊണ്ട് മാത്രമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകത്തില്ല സഖാവേ. ഞങ്ങൾ 5 പേർക്ക് ജീവിക്കണം. അച്ഛനുള്ള മരുന്ന് വാങ്ങണം. വല്യച്ഛനും വല്യമ്മയ്ക്കും പ്രായമായി വരികയാണ്. അതിനനുസരിച്ച് അവർക്കുള്ള ആവശ്യങ്ങളും ഏറിക്കൊണ്ടിരിക്കും. ബാലുവിനെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കണം. എന്നെപ്പോലെ അവൻ കഷ്ടപ്പെടാൻ പാടില്ല. പുതിയ എന്തെങ്കിലും സംരംഭം തുടങ്ങാമെന്ന് വെച്ചാൽ അതിന് പണവുമില്ല. അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും ഒരു കാർ അവിടെ വന്നു നിന്നു. അതിൻ്റെ പിൻസീറ്റിൽ നിന്നിറങ്ങിയ സ്ത്രീക്ക് താറാവിൻ മുട്ട വേണമായിരുന്നു. പല്ലവി ഒരു കവറിൽ അതെടുത്ത് നൽകി. പണം വാങ്ങി ബാക്കി കൊടുത്തു. കാർ പോയി. നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല മോളെ, കർണൻ ഓർമ്മപ്പെടുത്തി. ഞാൻ അതിലേക്കാണ് വരുന്നത്. മുടക്കുമുതൽ വേണ്ടാത്ത എന്നാൽ സാമാന്യം വരുമാനം കിട്ടുന്ന ഒരു ജോലി. അങ്ങനെ ഇപ്പം എന്ത് ജോലിയാ? കർണൻ താടി ചൊറിഞ്ഞു. കഴിഞ്ഞ ആഴ്ച ദേവസ്യ അച്ചായനും സഖാവും കൂടി ഇവിടെ വന്നില്ലേ? അന്ന് ഞാൻ അച്ചായനോടൊരു കാര്യം ചോദിച്ചിരുന്നത് ഓർക്കുന്നുണ്ടോ? കർണൻ ഓർത്തു നോക്കി. അടുത്ത നിമിഷം അയാളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അന്ന് നീ ചോദിച്ചത് തെങ്ങു ചെത്തുന്ന കാര്യമല്ലേ? അതെ, അത് തന്നെ. പല്ലവി ചിരിച്ചു. നീ തെങ്ങു ചെത്താമെന്നാണോ? കർണന് വിശ്വാസം വരുന്നില്ല. ആ, അതിനെന്താ കുഴപ്പം? കർണൻ നിഷേധഭാവത്തിൽ തലയാട്ടി. അത് ശരിയാകത്തില്ല മോളെ. അതെന്താ, പുരുഷന്മാർ മാത്രമേ തെങ്ങു ചെത്താവൂ എന്ന നിയമമുണ്ടോ? പാലക്കാട് ഒരു പെണ്ണ് പനയിൽ കയറി ചെത്തുന്നതിൻ്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചത് ഞാൻ ഓർക്കുന്നു. പെൺകുട്ടികൾക്ക് തെങ്ങിൽ കയറി തേങ്ങയിടാമെങ്കിൽ കള്ള് ചെത്തുന്നതിൽ എന്താ കുഴപ്പം? അതിന് ഒരു ഉത്തരം നൽകാൻ കർണന് കഴിഞ്ഞില്ല. പല്ലവിയുടെ വാദങ്ങളൊക്കെ അയാൾ മനസ്സിലിട്ട് കൂട്ടിയും കിഴിച്ചും നോക്കി. അതിജീവനമാണ് പല്ലവി ഉദ്ദേശിക്കുന്നത്. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ എന്ത് തൊഴിലിനും വിമുഖത കാട്ടാതെ ഒരു പെൺകുട്ടി. പണ്ടായിരുന്നെങ്കിൽ താൻ വിചാരിച്ചാൽ ഇവൾക്ക് എവിടെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. സഖാവ് എന്നൊരു വിളിപ്പേരിൻ്റെ പിൻബലം മാത്രമേ ഉള്ളൂ തനിക്ക്. അയാളുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് പല്ലവി വീണ്ടും പറഞ്ഞു. ഞാൻ ഇന്നലെ അച്ഛൻ്റെ പഴയ പെട്ടി എടുത്ത് പരിശോധിച്ചു. തേറ്, കരുവി, കത്തിക്കൂട്, ഓലക്കത്തി, മൺകുടുക്ക എല്ലാം ഭദ്രമായി തന്നെ അതിനുള്ളിലുണ്ട്. ഇനി ചുരക്കയോ അല്ലെങ്കിൽ ഫൈബർ കുടുക്കയോ വാങ്ങിയാൽ മാത്രം മതി. ഇവളെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണെന്ന് കർണന് ബോധ്യമായി. ഇനി പിന്തിരിപ്പിക്കുക പ്രയാസം. അല്ലെങ്കിൽ തന്നെ എന്ത് പറഞ്ഞ് താൻ പിന്തിരിപ്പിക്കും? അവസാനം അയാൾ പറഞ്ഞത് ഇങ്ങനെ. ശരി, ഞാൻ ദേവസ്യയുമായി ഒന്ന് സംസാരിക്കട്ടെ. സംസാരിച്ചാൽ പോരാ, സമ്മതിപ്പിക്കണം. പക്ഷേ അതുകൊണ്ടും സഖാവിൻ്റെ ജോലി തീരുന്നില്ല. അവൾ ബാക്കി പറയും മുമ്പ് കർണൻ തിരക്കി. ഗോപിദാസ് സമ്മതിക്കുമോ? യാതൊരു സാധ്യതയുമില്ല. അച്ഛൻ മാത്രമല്ല, വല്യച്ഛനും വല്യമ്മയും ഒന്നും സമ്മതിക്കാനിടയില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? കർണൻ നെറ്റിച്ചുളിച്ചു. അതിനാണ് ഞാൻ സഖാവിൻ്റെ സഹായം തേടിയത്. സഖാവ് കാര്യങ്ങൾ വിശദമായി പറഞ്ഞാൽ അവർ സമ്മതിക്കാതിരിക്കില്ല. എനിക്കുറപ്പാ. താൻ വെട്ടിലായെന്ന് കർണന് ഉറപ്പായി. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ പല്ലവി? കുറച്ച് ദിവസമായി ഞാൻ ഇതുതന്നെ ആലോചിക്കുകയായിരുന്നു. പിന്നെ ഒരു സഹായം കൂടി ചെയ്യണം. അയാൾ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. എന്നെ ചെത്ത് പഠിപ്പിക്കാൻ ഒരാളിനെ ഏർപ്പാട് ചെയ്തു തരണം. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഗോപി സമ്മതിച്ചാൽ പിന്നെ അവൻ കാര്യങ്ങൾ പറഞ്ഞു തന്നോളും. പല്ലവിക്ക് സമാധാനമായി. കർണൻ എഴുന്നേറ്റു. ഞാൻ ദേവസ്യയോടൊന്ന് സംസാരിക്കട്ടെ ആദ്യം. പക്ഷേ തൽക്കാലം മറ്റാരും ഇതറിയണ്ട. കർണൻ സമ്മതിച്ചു. ഗോപിദാസിനോടും മറ്റും സംസാരിക്കുവാൻ അടുത്ത ദിവസം എത്താമെന്ന് ഏറ്റിട്ടാണ് അയാൾ പോയത്. പല്ലവിക്ക് സമാധാനമായി. വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്ന ബാലുവിനോട് അവൾ കാര്യം പറഞ്ഞു. അവർ സമ്മതിക്കുമോ ചേച്ചി? അവന് സന്ദേഹം ബാക്കി. സമ്മതിക്കും, അല്ലെങ്കിൽ സമ്മതിപ്പിക്കണം, അവൾ പറഞ്ഞു. അടുത്ത നാൾ വൈകിട്ട് പല്ലവി കടപ്പൂട്ടി വീട്ടിലെത്തിയതിന് പിന്നാലെ സഖാവ് കർണനും അവിടെ എത്തി. എന്തോ പല്ലവിയുടെ ഹൃദയതാളം പെട്ടെന്ന് മുറുകി. മാധവനും ഭാനുമതിയും ടി വിക്ക് മുന്നിലായിരുന്നു. മുറ്റത്ത് നിന്ന് സഖാവ് കർണൻ വിളിച്ചു. ഗോപി, പല്ലവി. ഓ. പല്ലവി കാത്തു നിന്നിരുന്നത് പോലെ തിണ്ണയിലെത്തി. കർണനും അവളും കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു ഒരു നിമിഷം. ഗോപി എന്തിയെ? കർണൻ തിരക്കി. കിടക്കുന്നു. പല്ലവി പറഞ്ഞപ്പോഴേക്കും ആരാ അതെന്ന് ചോദിച്ചുകൊണ്ട് ഭാനുമതി എഴുന്നേറ്റ് വന്നു. ഞാനാ ചേട്ടത്തി. കർണൻ തിണ്ണയിലേക്ക് കയറി. കുറച്ച് ദിവസമായി ഗോപിയെ കണ്ടിട്ട്. നീ വാടാ. ഭാനുമതി അയാളെ ഗോപിദാസ് കിടക്കുന്ന മുറിയിലേക്ക് നയിച്ചു. ശാന്തത നിറഞ്ഞു നിൽക്കുന്ന ഈ വീട്ടിൽ അല്പസമയത്തിനുള്ളിൽ സ്വരങ്ങൾ ഉയരുമെന്ന് പല്ലവിക്കറിയാം. അവൾ അടുക്കളയിലേക്ക് പിൻവലിയാൻ ഭാവിക്കുമ്പോൾ ബാലു മുന്നിൽ. അവൻ സ്വരം താഴ്ത്തി. മറ്റേ കാര്യം പറയാനാണോ ചേച്ചി സഖാവ് വന്നിരിക്കുന്നത്? പല്ലവി തലയാട്ടി. നീ സൂത്രത്തിൽ പോയി അവിടെ നിന്നിട്ട് അച്ഛൻ്റെ പ്രതികരണം ഒന്ന് ശ്രദ്ധിക്കടാ. മൂളിക്കൊണ്ട് ബാലു പിന്തിരിഞ്ഞു. കരുണനെ കണ്ടപ്പോൾ ഗോപിദാസ് തലയണ അല്പം ഉയർത്തി വെച്ചിട്ട് അയാളെ നോക്കി ചിരിച്ചു. ഇരിക്കു കരുണ.
അടുത്ത് കിടന്ന ഒരു കസേരയിൽ സഖാവ് കരുണൻ ഇരുന്നു. ഭാനുമതിയും അവിടെ തന്നെ നിന്നു. ആരെങ്കിലും സംസാരിക്കുന്നത് കേൾക്കുന്നതും ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് ഇഷ്ടമാണ് അവർക്ക്. ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് മാധവനും അങ്ങോട്ട് വന്നു. തങ്ക ഉപയോഗിച്ചിരുന്ന കട്ടിലിരുന്നു. ബാലു വാതിലിന് പിന്നിൽ മറഞ്ഞു നിന്നു. അടുക്കളയിലായിരുന്ന പല്ലവിയുടെ കാതുകളും അപ്പുറത്തെ സംഭാഷണങ്ങളിലാണ്. പിന്നെ എന്തൊക്കെയാ കരുണ വിശേഷങ്ങൾ? ഗോപിദാസ് തിരക്കി. എന്ത് വിശേഷം? അങ്ങനെ പോകുന്നു. നെടുമുടിയിലും പുളിങ്കുന്നിലുമൊക്കെ ചിലയിടങ്ങളിൽ താറാവുകൾക്ക് പക്ഷിപ്പനിയാണ് എന്നൊരു ശ്രുതി പരക്കുന്നുണ്ട്. ഈശ്വര! ഭാനുമതി നെഞ്ചിൽ കൈവച്ചു. പക്ഷിപ്പനിയാണെങ്കിൽ താറാവുകളെ മാത്രമല്ല കോഴികളെയും നേരത്തെ ചെയ്തതുപോലെ കൊന്നൊടുക്കുമല്ലോ. ഇവിടെയാണെങ്കിൽ പല്ലവി വാങ്ങിയ കോഴികൾ ശരിക്കും മുട്ടയിട്ട് തുടങ്ങിയിട്ടേയുള്ളൂ. മാധവനും പറഞ്ഞു. പക്ഷിപ്പനി, പകർച്ചപ്പനി, വെള്ളപ്പൊക്കം എന്ന് വേണ്ട, നമ്മൾ കുട്ടനാട്ടുകാർക്ക് എന്നും ഓരോ ദുരന്തങ്ങൾ അനുഭവിക്കാനാണല്ലോ വിധി. ബാങ്കുകളിൽ നിന്ന് ലോണെടുത്ത് പാട്ടത്തിന് നെൽകൃഷി ചെയ്ത് നേരം വണ്ണം വിളവെടുക്കാൻ നേരത്താവും പേമാരിയും മടവീഴ്ചയും. അതല്ലെങ്കിൽ വാങ്ങുന്ന നെല്ലിന് സർക്കാർ പണം തരുമ്പോഴേക്കും പലിശ ഇരട്ടിയാവും ബാങ്കുകളിൽ. നമ്മളെപ്പോലെ ദുരിതം അനുഭവിക്കുന്ന മറ്റാരെങ്കിലും കാണുമോ കരുണ? സഖാവ് കരുണൻ ഒന്ന് ചിരിച്ചു. മാധവേട്ട, ഓരോ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളാണ്. വ്യത്യസ്ത രൂപങ്ങളിലായിരിക്കും എന്ന് മാത്രം. നമ്മൾ നമ്മുടെ ദുരിതങ്ങളിൽ വിലപിക്കുന്നു. മലപ്രദേശങ്ങളിൽ രാത്രി ഉറങ്ങിക്കിടക്കുന്നവർക്ക് മീതെ മലയിടിഞ്ഞു വീഴാറില്ലേ? ചില പ്രദേശങ്ങൾ അപ്പാടെ ഒഴുകി പോകാറില്ലേ? ശരിയാ, മാധവൻ തലയാട്ടി. ഭൂമിയെ മാന്തി പൊളിക്കുന്നതാ ഇതിനൊക്കെ കാരണം. ശരിയാ, കരുണ സമ്മതിച്ചു. പക്ഷെ അവിടെയും പല നിലപാടുകളുണ്ട്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മണ്ണും പാറയും വേണ്ടേ എന്ന ചോദ്യം ഉയരുന്നത് അപ്പോഴാണ്. ജനസംഖ്യ വർദ്ധിച്ചു വരുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടും. റോഡ്, റെയിൽവേ വികസനങ്ങൾ, എല്ലാത്തിനും പ്രകൃതിയെ ചൂഷണം ചെയ്തല്ലേ പറ്റൂ. ഭൂമി വളരുന്നില്ലല്ലോ. ഇപ്പോൾ തന്നെ ദിവസവും എത്ര വാർത്തകളാണ് വരുന്നത്? ആന, പന്നി, കടുവ, പുലി ഇവയൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരികയാണ്. മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരുടെ ഉള്ളിൽ തീയ. ഒരു കണക്കിന് ചിന്തിച്ചാൽ വന്യമൃഗങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? അവറ്റകളും ഈ ഭൂമിയുടെ അവകാശികളല്ലേ? വനം കയ്യേറി മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവറ്റകൾ ഇങ്ങോട്ട് ഇറങ്ങി തുടങ്ങി. കാർഷിക വിളകൾ തിന്നൊടുക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള അധ്വാനത്തിൻ്റെ ഫലമല്ലേ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകുന്നത്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ കുട്ടനാടാണ് ഭേദമെന്ന. 6 മാസം വെള്ളത്തിൽ കിടന്നാലും ക്യാമ്പുകളിൽ കഴിഞ്ഞാലും മൃഗങ്ങളെ പേടിക്കണ്ടല്ലോ. ഇനി മാധവേട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എല്ലാവരും തുല്യ ദുഃഖിതരല്ലേ? കരുണൻ പറഞ്ഞത് നേരാ. ഗോപിദാസ് ദീർഘമായി നിശ്വസിച്ചു. ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങൾ. പക്ഷേ കരുണൻ തുടർന്നു. ഈ ദുരിതങ്ങളിലൊക്കെയും പിടിച്ചു നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. വലിയ മുതലാളിമാരും പിന്നെ സർക്കാർ ജീവനക്കാരും. കോവിഡ് പോലെയുള്ള മഹാമാരി വന്നപ്പോഴും സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടിയില്ലേ? അത് പിന്നെ പാൽക്കാരനായാലും പലചരക്ക് കടക്കാരനായാലും തൊഴിലാളികളായാലും അവരിലൂടെ കൈമാറ്റപ്പെട്ടു. പിന്നെ സർക്കാർ സഹായം. അങ്ങനെയല്ലേ നമ്മൾ പിടിച്ചു നിന്നത്? താൻ പറയുവാമെന്ന കാര്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു സഖാവ് കരുണൻ. അയാൾ തുടർന്നു. ഇക്കാലത്ത് ഒരു സർക്കാർ ജോലി ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം. പെൻഷൻ ആയി കഴിഞ്ഞാലും ആനുകൂല്യങ്ങൾ കിട്ടുമല്ലോ. പക്ഷേ എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടുമോ? അപ്പോൾ ജോലി കിട്ടാത്തവർ എന്തു ചെയ്യും? തങ്ങൾക്ക് കഴിയുന്നത് എന്തും ചെയ്യണം. അതിൽ കുറച്ച് വിചാരിക്കേണ്ട കാര്യമേ ഇല്ല. ജനിച്ചു പോയില്ലേ, അപ്പോൾ ജീവിതം അനുഭവിച്ച് തീർത്തല്ലേ പറ്റൂ. നമ്മൾ വെറുതെ ഇരുന്നാൽ ഒന്നും കിട്ടില്ല. അന്വേഷിച്ചിറങ്ങണം. നമ്മുടെ മനസ്സ് അംഗീകരിക്കുന്ന ജോലി ചെയ്യണം. കരുണൻ പറഞ്ഞു നിർത്തി. നീ പറഞ്ഞത് ശരിയാ കരുണ. ഭാനുമതി സമ്മതിച്ചു. ഇവിടുത്തെ തങ്കത്തിൻ്റെ കാര്യം തന്നെ എടുക്ക്. ഗോപി തെങ്ങിൽ നിന്ന് വീണപ്പോൾ കുടുംബം പോറ്റാൻ അവൾ ഇറങ്ങിയില്ലേ? എന്തിന്? പല്ലവി മോളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവളുടെ പ്രായത്തിലുള്ള മറ്റൊരു കുട്ടിയായിരുന്നെങ്കിൽ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ തലയിലേറ്റി ഇങ്ങനെ കഷ്ടപ്പെടുമായിരുന്നോ? ഒരിക്കലുമില്ല, കരുണൻ സമ്മതിച്ചു. രാത്രി പിന്നെയും കനക്കുകയാണ്. ചിറയിലെ റോഡിലൂടെ കാൽനടയായും സൈക്കിളിലും പോകുന്നവരുടെ എണ്ണം തീർത്തും കുറഞ്ഞു വന്നു. പ്രകൃതിയുടെ നിശബ്ദതയെ ഭജിക്കുന്നത് പുത്തനാറ്റിൽ നിന്ന് വരുന്ന കാറ്റിൽ വാഴയിലകൾ ഇളകുന്നതിൻ്റെ ഒച്ച മാത്രമാണ്. എല്ലാവർക്കും ചോറെടുക്കട്ടെ? പല്ലവി സൂത്രത്തിൽ വാതിൽക്കലേക്ക് വന്നു. എനിക്കിപ്പം വേണ്ട, കരുണൻ പറഞ്ഞു. മോളെ അപ്പുറത്തെ പോയിക്കേ. എനിക്കിവിടെ ഒരു കാര്യം പറയാനുണ്ട്. പല്ലവി പിന്തിരിഞ്ഞു. എനിക്ക് അപ്പോഴേ തോന്നി കരുണൻ ഈ രാത്രിയിൽ വരണമെങ്കിൽ തക്കതായ എന്തെങ്കിലും കാര്യം കാണുമെന്ന്. മാധവൻ പറഞ്ഞു. ഉണ്ട്. കരുണൻ ഒരു മാത്രം മൗനം പാലിച്ചു. എല്ലാ കണ്ണുകളും അയാളിൽ തറഞ്ഞു നിന്നു. കരുണൻ ചുണ്ടനക്കി. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ ആരും ഒച്ച വയ്ക്കരുത്. ദേഷ്യം തോന്നുകയും അരുത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും എൻ്റെ അഭിപ്രായമല്ല താനും. നീ കാര്യം പറ കരുണ. നിന്നോട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നില്ല, ഗോപിദാസ് ഉറപ്പു നൽകി. അടുക്കളയിൽ പല്ലവിയുടെ ഹൃദയത്തിനുള്ളിൽ പെരുമ്പറകൾ മുഴങ്ങാൻ തുടങ്ങി. ഇന്നത്തെ കാലത്ത് AC റോഡിലെ ഒരു ചെറിയ കട കൊണ്ട് നിങ്ങളുടെ എല്ലാം ജീവിതം എത്ര കാലം മുന്നോട്ട് നീക്കാൻ കഴിയും? ആധുനിക സജ്ജീകരണങ്ങളുള്ള പുതിയ പുതിയ കടകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ കടകളിൽ കയറുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. പണ്ട് തങ്കം നടത്തിയിരുന്ന കടയുടെ 4-ൽ 1 വരുമാനമുണ്ടോ ഇപ്പോൾ? അയാൾ എല്ലാ മുഖങ്ങളിലേക്കും ഒന്ന് കണ്ണോടിച്ചു. ഇല്ല, പറഞ്ഞത് ഭാനുമതിയാണ്.
ഇനിയും വരവ് കുറയും, ചെലവ് കൂടും. എന്തിന്? അരിക്ക് പോലും എന്താ വില? അല്ലെങ്കിൽ എന്തിനാ വില കുതിക്കാത്തത്? ഇങ്ങനെ വരുന്ന സാഹചര്യത്തെ തരണം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? കരുണൻ്റെ ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ല. അവസാനം മാധവൻ പറഞ്ഞു, നമ്മൾ മറ്റെന്തെങ്കിലും വഴി കൂടി നോക്കണം. അതെ, മാധവേട്ടൻ പറഞ്ഞത് 100% ശരിയാണ്. മറ്റെന്തെങ്കിലും മാർഗം കൂടി തേടുക. അതിന് പക്ഷേ മൂലധനം വേണ്ടേ? അതിനുള്ള കാശ് കയ്യിലുണ്ടോ? കരുണൻ തിരക്കി. എവിടുന്ന്? കുറച്ച് കാശുണ്ടായിരുന്നത് പോലും തങ്കം മരിച്ച ദിവസം ഏതോ മുടിഞ്ഞവന്മാർ കൊണ്ടുപോയില്ലേ? ഭാനുമതി മോഷ്ടാവിനെ ശപിച്ചു. അത് എത്ര കാണുമായിരുന്നു ചേട്ടത്തി? 10,000 അല്ലെങ്കിൽ 20,000. അതുകൊണ്ട് എന്ത് ചെയ്യാനാ? ഒരു ചെറിയ ബിസിനസ് തുടങ്ങണമെങ്കിൽ പോലും ഇക്കാലത്ത് 10 ലക്ഷത്തിന് മേലെയാകും. ഞാൻ തെങ്ങേന്ന് വീണില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു കരുണ. എല്ലാം കേട്ടുകിടന്ന ഗോപിദാസിൻ്റെ ശബ്ദം പതറി. സത്യം, കരുണൻ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ടായിരുന്നു. ഗോപിയുടെ ജോലിക്ക് മൂലധനത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. തേറ്, കരുവി, കത്തിക്കൂട്, ഓലക്കത്തി, മൺകുടുക്ക, ചുരയ്ക്ക ഇത്രയും വാങ്ങുവാൻ ഗോപിക്ക് എത്ര രൂപ ചിലവായി? എനിക്കൊന്നും ചിലവായില്ല. എല്ലാം ഷോപ്പ് കോൺട്രാക്ടർ തന്നു. കരുണൻ്റെ മുഖത്ത് ഒരു ചിരി മിന്നി. അപ്പോൾ ഗോപിക്ക് മൂലധനം ഇറക്കേണ്ട ആവശ്യം വന്നില്ല. മാൻ പവർ മാത്രമായിരുന്നു വേണ്ടത്. ഗോപിദാസ് തലയാട്ടി. ആ ഒറ്റ ജോലി കൊണ്ട് ഗോപിക്ക് കുടുംബം പുലർത്താൻ കഴിഞ്ഞിരുന്നല്ലോ. നന്നായിട്ട്, കരുണൻ മൂളി. എന്നാൽ ഇനി ഞാൻ പറയാം. അത്തരം ഒരു ജോലിയെക്കുറിച്ച് പല്ലവി കഴിഞ്ഞ ദിവസം കടയിൽ വെച്ച് എന്നോട് പറഞ്ഞു. ആദ്യം എനിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചിന്തിച്ചു നോക്കിയപ്പോൾ അവൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നി. എന്നാൽ പല്ലവിക്ക് ഇക്കാര്യം നിങ്ങളോട് പറയാൻ ധൈര്യം പോരാ. അതിന് എന്നെ ഏർപ്പാടാക്കിയതാണ്. ഗോപിദാസും മാധവനും ഭാനുമതിയും സംശയത്തോടെ പരസ്പരം നോക്കി. എൻ്റെ മോൾക്ക് എന്നോട് പറയാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. എന്നിട്ടും എന്താ കരുണ അവൾ മടിക്കുന്നത്? ഗോപിദാസിൻ്റെ കണ്ണുകൾ ചെറുതായി. എന്ത് ജോലിക്ക് പോകണമെന്നാ കരുണ അവൾ പറഞ്ഞത്? ആകാംക്ഷ അടക്കാനാവാതെ ഭാനുമതി തിരക്കി. ഗോപി ചെയ്തിരുന്ന ജോലി തന്നെ. തെങ്ങു ചെത്താനോ? ഗോപിദാസിൻ്റെ ശബ്ദം മാത്രമല്ല, നെഞ്ചിടിപ്പും വല്ലാതെ ഉയർന്നു. മുറിക്കുള്ളിൽ പൊടുന്നനെ കനത്ത നിശബ്ദത പരന്നു. തങ്ങൾ കേട്ടതിൻ്റെ തെറ്റാണോ എന്ന് പോലും അവർ സംശയിച്ചു. അവിടുത്തെ നിശബ്ദത പല്ലവിയെയും ഭയപ്പെടുത്തി. ഭിത്തിയോടൊട്ടി നിന്ന ബാലുവിൻ്റെ ഉടലിലും ഒരു വിറയൽ ബാധിച്ചു. പൊടുന്നനെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഗോപിദാസിൻ്റെ ശബ്ദം വന്നു. ഇല്ല കരുണ, പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും, അതല്ല വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നാലും ഞാൻ സമ്മതിക്കില്ല. അവളെ തെങ്ങ് കയറാൻ ഞാൻ വിടില്ല. ഗോപി, കരുണൻ എന്തോ പറയാൻ ഭാവിച്ചു. വേണ്ട. ഗോപിദാസ് കൈ ഉയർത്തി. ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ ഇല്ല. ഇത് കേട്ടപ്പോൾ തന്നെ നീ അവളെ വിലക്കണമായിരുന്നു. ഇവിടെ വന്ന് പറയാൻ പാടില്ലായിരുന്നു. ഗോപിദാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അയാളുടെ മനസ്സിൽ അപ്പോൾ ഇരുട്ടായിരുന്നു. ആ ഇരുട്ടിലൂടെ തെങ്ങിൽ നിന്ന് കള്ളുമായി ഇറങ്ങി വരുന്ന ഒരു രൂപം തെളിഞ്ഞു. പൊടുന്നനെ കാലുകളിൽ കുരുങ്ങിയ ചൂണ്ടക്കൊളുത്തുകൾ. എന്തെന്ന് തിരിച്ചറിയും മുമ്പ് 2 കാൽവെള്ളകളും കത്തിമുന കയറുന്നതിനേക്കാൾ ഭീകരമായി പിളർന്നു പോകുന്നു. ഒറ്റപ്പിടച്ചിൽ. പിന്നെ തെങ്ങിൽ നിന്ന് കൈവിട്ട് ഭൂമിയിലേക്ക്. ആ ഓർമ്മയിൽ പോലും ഗോപിദാസ് അടിമുടി വിറച്ചു. ഗോപി, സഖാവ് കരുണൻ വിളിച്ചു. ഗോപിദാസ് അത് കേട്ടില്ലെന്ന് തോന്നി. അയാളുടെ കണ്ണുകൾ വീടിൻ്റെ മേൽക്കൂരയിൽ എവിടെയോ തറഞ്ഞു നിൽക്കുകയായിരുന്നു. മാധവനും ഭാനുമതിക്കുമില്ല ചലനം. നിശ്ചല പ്രതിഭകൾ കണക്കെ അവരും തരിച്ചിരിക്കുകയാണ്. കരുണൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. പിന്നെ ഗോപിദാസിൻ്റെ കരത്തിൽ തൻ്റെ കൈപ്പടം അമർത്തി. തീ പൊള്ളലേറ്റതുപോലെ ഗോപിദാസ് ഒന്ന് പിടഞ്ഞു. കരുണൻ ചുണ്ടനക്കി. ഗോപി, പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട കാര്യമല്ലിത്. ശരിക്കും ആലോചിക്കണം. വരും വരായികകൾ എന്തൊക്കെയെന്ന് തിരിച്ചറിയണം. സമയമുണ്ടല്ലോ ചിന്തിക്കാൻ. എന്നിട്ട് വേണം ഒരു ഉറപ്പുണ്ടാക്കാൻ. ഞാൻ പോകുന്നു. ഗോപിദാസിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ കരുണൻ തിരിഞ്ഞു നടന്നു. വാതിൽക്കൽ എത്തിയിട്ട് പെട്ടെന്ന് ഓർത്തതുപോലെ തോളിന് മുകളിലൂടെ തല തിരിച്ചു. പിന്നെ നീ പറഞ്ഞല്ലോ വിഷം കുടിച്ച് മരിക്കുന്ന കാര്യം. നിന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശ്വാസവും രക്ഷപ്പെടലുമാണെന്ന് എനിക്കറിയാം. നിനക്ക് ഇങ്ങനെ കിടന്ന് നരകിക്കേണ്ട കാര്യമില്ല. മറ്റൊന്നും അറിയുകയും വേണ്ട. കവിളടക്കം അടിക്കിട്ടിയതുപോലെ ഒരു വിളർച്ച ഗോപിദാസിൻ്റെ മുഖത്തുണ്ടായി. അത് ശ്രദ്ധിക്കാതെ സഖാവ് കരുണൻ തുടർന്നു. പക്ഷേ ഒന്ന് നീ ഓർക്കണം ഗോപി, നീ ജീവിതം ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളവരാണ്. എന്നാൽ നിൻ്റെ മക്കൾ അങ്ങനെയാണോ? അവർ ജീവിതം എന്തെന്ന് അറിഞ്ഞു വരുന്നതല്ലേയുള്ളൂ. അതിനു മുമ്പേ അവരുടെ ജീവിതം വിഷം കൊണ്ട് തല്ലിക്കെടുത്താനാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ. എന്തു കാരണത്താലായാലും നീ ഒരു നല്ല പിതാവല്ല. നീ നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നീ മക്കളെ സ്നേഹിക്കുന്നതായി അഭിനയിക്കുകയാണ്. അല്ലാതെ ഒരാളുടെ നാവിൽ നിന്നും കുടുംബത്തോടെയുള്ള ആത്മഹത്യ എന്ന വാചകം പുറത്തു വരില്ല. ഗോപിദാസ് വല്ലാതെ നടുങ്ങി. താൻ പറഞ്ഞതിന് അങ്ങനെ ഒരു പൊരുളുണ്ടെന്ന് അയാൾ അപ്പോഴാണ് ഓർത്തത്. പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ കരുണൻ തൻ്റെ സൈക്കിളിൽ കയറി. അടുക്കളയിൽ എല്ലാം കേട്ടുനിന്ന പല്ലവിക്ക് വല്ലാത്ത സങ്കടം തോന്നി. കരുണൻ സഖാവ് പറഞ്ഞത് അല്പം കൂടിപ്പോയില്ലേ? അച്ഛന് തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രയാണെന്ന് തനിക്ക് വ്യക്തമായി അറിയാം. ജീവിതത്തിന് മുന്നോട്ടല്ലാതെ പിന്നോട്ട് പോകുവാൻ കഴിയില്ലല്ലോ. അങ്ങനെ മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റു മാർഗമൊന്നും ഇല്ലെന്ന് വന്നാൽ ആത്മഹത്യയല്ലാതെ മറ്റെന്ത് വഴിയെന്നേ അച്ഛൻ വിചാരിച്ചിട്ടുള്ളൂ. നനഞ്ഞ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് പല്ലവി ഗോപിദാസിൻ്റെ അടുത്തേക്ക് ചെന്നു.
മാധവനും ഭാനുമതിയും ഒന്നും പറയാതെ മുറിവിട്ടു. അച്ഛാ, പല്ലവി ഗോപിദാസിൻ്റെ അരികിൽ ചേർന്നിരുന്നു. അയാളുടെ കവിളുകളിലൂടെ കണ്ണീരിൻ്റെ ചാൽ ഒഴുകുന്നത് അവൾ കണ്ടു. കൈനീട്ടി അവൾ അത് തുടച്ചു. അച്ഛന് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. പക്ഷേ നമ്മൾ എങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് അച്ഛൻ എനിക്ക് പറഞ്ഞു തരണം. തെങ്ങ് ചെത്തുന്നതിൽ യാതൊരു കുറച്ചിലും ഞാൻ കണ്ടില്ല. അതിനുള്ള ധൈര്യം എനിക്കുണ്ട് താനും. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. അത്രയും പറഞ്ഞ് മുറിയിലെ ലൈറ്റ് ഓഫാക്കി പല്ലവി അവിടെ നിന്നിറങ്ങി. ആ രാത്രിയിൽ ബാലു ഒഴികെ ആരും ആ വീട്ടിൽ ഉറങ്ങിയില്ല. അടുത്ത പ്രഭാതം പതിവ് പോലെ പല്ലവി കടും കാപ്പിയുമായി ഗോപിദാസിൻ്റെ അടുത്തെത്തി. അയാളെ എഴുന്നേൽപ്പിച്ചിരുത്തി കാപ്പി കൊടുത്തു. ഗോപിദാസ് മകളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. തന്നോട് എന്തെങ്കിലും പരിഭവം അവൾക്കുണ്ടെന്ന് അയാൾക്ക് തോന്നിയില്ല. അവൾ മടങ്ങാൻ ഭാവിച്ചതും അയാൾ വിളിച്ചു. പല്ലവി. അവൾ നിന്നു. ഞാൻ ഇന്നലെ അങ്ങനെ സംസാരിച്ചതിന് നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ? എന്തിന്? ഈ ലോകത്തുള്ള ഏതൊരച്ഛനും പറയുന്നത് എൻ്റെ അച്ഛനും പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ ഏതൊരച്ഛനാണ് മകളെ തെങ്ങ് കയറാൻ വിടാൻ താല്പര്യം കാണിക്കുന്നത്? ചിന്തിച്ചു നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയൊരു ആഗ്രഹം തോന്നിയെന്നേയുള്ളൂ. അച്ഛൻ അതിനി മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട. അവൾ പിന്നെയും മടങ്ങാനാഞ്ഞു. നിൽക്ക്, ഗോപിദാസ് പറഞ്ഞു. ചോദ്യഭാവത്തിൽ പല്ലവി അയാളുടെ മുഖത്തേക്ക് നോക്കി. തെങ്ങിൽ കയറി കള്ള് ചെത്താമെന്ന് നിനക്കുറപ്പുണ്ടോ? ചോദ്യത്തിന് മുന്നിൽ അവൾ ആദ്യമൊന്ന് അമ്പരന്നു, ശേഷം അറിയിച്ചു. ഉണ്ട്. ഗോപിദാസ് മൂളി. കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ ഇതേക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നീ പറഞ്ഞതിൽ ഒരു തെറ്റ് കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ ആളുകളുടെ പരിഹാസത്തെ നേരിടാനുള്ള ചങ്കുറുപ്പ് നിനക്കുണ്ടെങ്കിൽ നിന്റെ ആഗ്രഹത്തിന് ഞാൻ എതിരല്ല. താൻ കേട്ടത് സത്യമാണോ എന്ന് തിരിച്ചറിയാൻ പല്ലവിക്ക് അല്പസമയം വേണ്ടി വന്നു. തുടർന്ന് അവൾ ഗോപിദാസിൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അയാളെ കെട്ടിപ്പിടിച്ചു. നല്ല അച്ഛൻ, ഗോപിദാസ് അറിയിച്ചു. നീ ഷാപ്പ് ലൈസൻസി ദേവസ്യയെ കണ്ട് ഇവിടെ വരെ ഒന്ന് വരാൻ പറയണം. പറയാമച്ചാ. സന്തോഷത്തോടെ അവൾ അടുക്കളയിലേക്ക് പോയി. ഈ സംസാരം അത്രയും അപ്പുറത്തു നിന്ന് കേൾക്കുകയായിരുന്നു ഭാനുമതി. അവർ പെട്ടെന്ന് മകൻ്റെ അടുത്ത് ചെന്നു. ഗോപി, എടാ, ശരിക്ക് ചിന്തിച്ചിട്ട് തന്നെയാണോ നീ അവളോട് അങ്ങനെ പറഞ്ഞത്? ആണമ്മേ. എൻ്റെ മോളുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അവൾ പരാജയപ്പെടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അയാൾ തീർത്തു പറഞ്ഞു. തങ്ങളെ കൂടി സംരക്ഷിക്കാനാണ് പല്ലവി ഇത്തരം ഒരു ഉദ്യമത്തിന് മുതിരുന്നതെന്ന് ഭാനുമതിക്കും അറിയാം. പക്ഷേ പകൽ നേരത്ത് അവൾ ഒറ്റയ്ക്ക് പോകുന്നതിൽ തെറ്റില്ലെങ്കിലും അന്തിച്ചെത്ത് കഴിഞ്ഞ് ഇരുട്ട് വീണേ തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. ആ സമയമാണ് സൂക്ഷിക്കേണ്ടത്. കാലം വല്ലാത്തതാണ്. പട്ടാപ്പകൽ പോലും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന നാടായി മാറിയിരിക്കുന്നു നമ്മുടേത്. എങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഭാനുമതി തുടർന്നു. വൈകിട്ട് അവൾ ചെത്താൻ പോകുമ്പോൾ ഞാനോ നിൻ്റെ അച്ഛനോ ബാലുവോ കൂട്ടുപോകണം. അത് സമ്മതിച്ചു, ഗോപിദാസ് ഉറപ്പു നൽകി. അന്ന് ഉച്ച കഴിഞ്ഞ നേരത്ത് ഷാപ്പ് ലൈസൻസി ദേവസ്യ ഗോപിദാസിനെ കാണാനെത്തി. അയാൾക്ക് കാര്യം അറിയാവുന്നതിനാലും ഗോപിദാസിന് ഒരു കാര്യം മാത്രമേ പറയേണ്ടി വന്നുള്ളൂ. ദേവസ്യ, എൻ്റെ മോൾ നിൻ്റെ മോളെ പോലെയാണെന്ന് എനിക്കറിയാം. എന്നാലും പറയുകയാ, അവൾക്ക് വേണ്ട പരിഗണന നീ കൊടുക്കണം. അക്കാര്യം എന്നോട് പ്രത്യേകം പറയണോ ഗോപി? ദേവസ്യ ഗോപിദാസിൻ്റെ വിരലുകളിൽ തൻ്റെ വിരലുകൾ കോർത്തു. അവൾക്കൊരു പ്രയാസവും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. മാത്രമല്ല ഈ സമീപ പ്രദേശത്ത് തന്നെ അവൾക്ക് ചെത്താനുള്ള തെങ്ങുകൾ ഞാൻ പാട്ടത്തിന് എടുക്കുകയും ചെയ്തോളാം. എന്താ? മതി, അത് മതി, ഗോപിദാസ് സമ്മതിച്ചു. ഗോപിദാസിൻ്റെ മനംമാറ്റത്തെക്കുറിച്ച് പല്ലവി സഖാവ് കരുണനോട് ഫോൺ ചെയ്ത് പറഞ്ഞു. എനിക്കറിയാമായിരുന്നു അവൻ അവസാനം സമ്മതിക്കുമെന്ന്. കരുണൻ്റെ ശബ്ദം ഫോണിൽ കേട്ടു. അത് മറ്റൊന്നും കൊണ്ടുമല്ല, നിന്നോട് അവന് അത്രയ്ക്ക് സ്നേഹവും വാത്സല്യവും ഉണ്ട് മോളെ. അത് അറിയാവുന്നത് കൊണ്ട് തന്നെയാ ഇന്നലെ ഞാൻ അത്രയും കടത്തി പറഞ്ഞതും. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം. ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കണമല്ലോ. ശരി സഖാവേ. പല്ലവി കോൾ മുറിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ബുധനാഴ്ച ബാലു സ്കൂളിൽ പോയില്ല. അന്ന് അവൻ്റെ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുകയാണ്. പുറത്തുനിന്ന് 2 പേർ അവിടെ ഹാജരായിട്ടുണ്ട്. ഒന്ന് ഷാപ്പ് ലൈസൻസി ദേവസ്യ, അടുത്തത് സഖാവ് കരുണൻ. വീടിൻ്റെ തിണ്ണയിൽ തൂശനിലയിൽ ഒരു നിലവിളക്ക് കൊളുത്തി വച്ചിട്ടുണ്ട്. മറ്റൊരു ഇലയിൽ ഗണപതി ഒരുക്ക്. മൂന്നാമതൊന്നിൽ തെങ്ങുചെത്തിന് ആവശ്യമായ തേറും മറ്റു അടക്കമുള്ള പണിയായുധങ്ങൾ. പല്ലവി പുലർച്ചെ തന്നെ ക്ഷേത്രത്തിൽ പോയി മടങ്ങിയെത്തിയിരിക്കുന്നു. തെങ്ങു ചെത്താനുള്ള അവളുടെ പഠനം ആരംഭിക്കുകയാണ്. ഗോപിദാസാണ് പഠിപ്പിക്കുന്നത്. രാവിലെ കുളിച്ച് ശുദ്ധിയോടെ തൻ്റെ വീൽ ചെയറിൽ മുറ്റത്തുണ്ട് ഗോപിദാസ്. മാധവനും ഭാനുമതിയും ബാലുവുമെല്ലാം നോക്കി നിൽക്കുന്നു. കരുണനും ദേവസ്യയും മുറ്റത്ത് എടുത്തിട്ട കസാരകളിലുണ്ട്. കരുണൻ ഇടയ്ക്കിടെ വാച്ച് നോക്കി. ഇനി 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അയാൾ ഗോപിദാസിനെയും പല്ലവിയെയും നോക്കി. ഇരുവരും തലയാട്ടി. മുറ്റത്തൊരു തെങ്ങിൽ കൂമ്പ് ഒരു ചെറിയ കമ്പി അടിച്ചു താഴ്ത്തിയിട്ട് അതിൽ കെട്ടി മുറുക്കി വച്ചിരിക്കുകയാണ്. തെങ്ങിൽ കയറാതെ തന്നെ ചെത്ത് പഠിപ്പിക്കുന്നതിനാണത്. സമയമായി, കരുണൻ പറഞ്ഞു. മോളെ, ഗോപിദാസ് വിളിച്ചു. ആ വിളിയുടെ അർത്ഥം തിരിച്ചറിഞ്ഞു പല്ലവി. അവൾ ആദ്യം അച്ഛൻ്റെ കാൽ തൊട്ട് വന്നിച്ചു. ഗോപിദാസ് മകളുടെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. തുടർന്ന് നിലവിളക്കിന് മുന്നിലെ ഇലയിൽ വച്ചിരുന്ന കരുവി എടുത്തു. ഗോപിദാസ് മകൾക്ക് അടുത്ത നിർദ്ദേശം നൽകി. ആദ്യം നീ ഓർക്കേണ്ടത് ഇതാണ്. നമ്മൾ ഏത് തെങ്ങാണോ ചെത്താൻ പോകുന്നത് അതിൽ കയറിയിട്ട് ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ മണ്ട തെളിക്കുകയാണ്. തെങ്ങിൽ പാൽ പരുവം, പച്ചരിപ്പരുവം, ചാറ്റുകുല പരുവം,
നെൽപ്പരുവ എന്നിങ്ങനെ പ്രായത്തിലുള്ള കൂമ്പുകൾ ഉണ്ടാവും. നീ അവയിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ ഈ മുറ്റത്ത് നമ്മൾ നാട്ടി നിർത്തിയിരിക്കുന്നത് പച്ചരിപ്പരുവം കൂമ്പാണ്. ഇനി നീ അതിൻ്റെ പള്ളയ്ക്ക് കരുവിക്കൊണ്ട് തല്ലി തുടങ്ങിക്കോ. നേരത്തെ തന്നെ ഒരു ഏകദേശ ധാരണയുണ്ടായിരുന്നതിനാൽ മനസ്സിൽ ധ്യാനിച്ച് പല്ലവി കരുവിക്കൊണ്ട് കൂമ്പിൽ തല്ലി തുടങ്ങി. താളാത്മകമായ ഒരു ശബ്ദം അവിടെ ഉയർന്നു തുടങ്ങി. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ദമയന്തിയും മറപ്പുര ഭാർഗവനും വേലിയുടെ വിടവിലൂടെ എത്തി നോക്കി. ഇപ്പുറത്തെ മുറ്റത്തെ കാഴ്ച കണ്ട് ഇരുവരും അമ്പരന്നു. ഭാർഗവൻ പെട്ടെന്ന് ഫോൺ എടുത്തു. ദമയന്തി അത് കണ്ടു. ആലപ്പുഴ SP-യുടെ ഇടി കിട്ടിയിട്ടും നിങ്ങൾ ഈ പരിപാടി നിർത്തത്തില്ല അല്ലേ? അടക്കിയ ശബ്ദത്തിൽ ചോദിച്ചുകൊണ്ട് അവൾ ആ ഫോൺ പിടിച്ചു വാങ്ങി ഒരു ഏറ് വെച്ചു കൊടുത്തു. ഗോപിദാസ് പറയുന്നത് ഇരുവരും കേട്ടു. മോളെ, ഒരു കുലയ്ക്ക് 4 വരിപ്പ് ആണുള്ളത്. ഓരോ ദിവസവും ഓരോ സൈഡിലും ഒരു പടി, അതായത് ആദ്യം 3 താര അല്ലെങ്കിൽ അടിമുതുകിൽ 2 താര കൂടുതൽ വേണം. മൊത്തം 14 അടിയേ പാടുള്ളൂ. പല്ലവി കണക്ക് കൂട്ടി. 4 വരിപ്പിന് 3 അടി വീതമാകുമ്പോൾ 12. പിന്നെ മുതുകിൽ 2 എണ്ണം കൂടുതലാകുമ്പോൾ 14 ആയി. അങ്ങനെ 14 അടി കഴിഞ്ഞപ്പോൾ അവൾ നിർത്തി. അച്ഛാ, ഇനി ഓല വലിക്ക്, അയാൾ നിർദ്ദേശിച്ചു. അതെന്താണെന്ന് തലേന്ന് ഗോപിദാസിൽ നിന്ന് അവൾ അറിഞ്ഞിരുന്നു. ഓലക്കാലുകൊണ്ട് കുലയിൽ 3 കെട്ടിടണം. അതിന് പൂക്കിൽ കെട്ട്, വെള്ളയ്ക്കക്കെട്ട്, പൂക്കുലപ്പുറത്തെ കെട്ട് എന്നാണ് പറയുക. പല്ലവി കുലയിൽ 3 കെട്ടിട്ടു. ആദ്യ പാഠം ഇതാണ്. ഇനി നീ 10-18 ദിവസം ഇത് പ്രാക്ടീസ് ചെയ്യ്, ഗോപിദാസ് പറഞ്ഞു. പല്ലവി എഴുന്നേറ്റു. ദേവസയും കരുണനും യാത്ര പറഞ്ഞു. നല്ല വെയിലുള്ളതിനാൽ മുറ്റത്ത് നാട്ടിയ തെങ്ങിൻ കൊമ്പ് പെട്ടെന്നുണങ്ങുമെന്ന് പല്ലവിക്കറിയാം. അതിനാൽ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നതിനൊപ്പം വീടിൻ്റെ പിന്നാമ്പുറത്ത് നിന്നിരുന്ന ഒരു തെങ്ങിലെ കുലയിലും അവൾ പഠനം തുടങ്ങി. 19 ദിവസം പിന്നിട്ടു. ഗോപിദാസിൻ്റെ നിർദ്ദേശാനുസരണം അവൾ തെങ്ങിലെ കുലയുടെ അഗ്രം തേറിനാൽ മുറിച്ചു. നിമിഷങ്ങൾ. കുലയുടെ അഗ്രത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ പോലെ കള്ളു വരുന്നു. കഥ തുടരും.